24 മണിക്കൂർ മുമ്പെങ്കിലും ബന്ദികളുടെ പേരുകൾ നൽകണമെന്നാണ് വെടിനിർത്തൽ കരാറിലെ നിബന്ധന. സാങ്കേതിക പ്രശ്നം മൂലമാണ് ബന്ദികളുടെ പേരുകൾ വൈകിയതെന്നാണ് ഹമാസിന്റെ ന്യായീകരണം. മനു ഭരത് ചേരുന്ന വിവരങ്ങളുമായി. മനു, ഇന്ത്യൻ സമയം 12 മണിയോടെ സമാധാന കരാർ നിലവിൽ വരുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അനിശ്ചിതത്വം എന്താണ് ഇപ്പോൾ? ഈ കൈമാറുന്ന ബന്ദികളുടെ പട്ടിക നേരത്തെ 24 മണിക്കൂർ മുമ്പ് നൽകണം എന്ന ഈ കരാറിലെ വ്യവസ്ഥ ഹമാസ് പാലിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. അങ്ങനെ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാതെ ഈ വെടിനിർത്തലുമായി യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാനാകില്ല എന്ന് ബെന്യാമിൻ നെതന്യാഹു അടിവരയിട്ട് പറയുന്നു. നേരത്തെ തന്നെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും യുദ്ധത്തിലേക്ക് തിരിച്ചു പോകാൻ തങ്ങൾ സന്നദ്ധരായിരിക്കും എന്ന് നെതന്യാഹു ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഇന്ത്യൻ സമയം 12 മണിയോടുകൂടി, അതായത് അവിടുത്തെ പ്രാദേശിക സമയം 8:30 സമാധാനം പുലരും എന്ന് സ്വപ്നം കണ്ട ആളുകളെ മുഴുവൻ നിരാശരാക്കിക്കൊണ്ടുള്ളൊരു നടപടിയാണ് നടക്കുന്നത്. ഏതായാലും ഇതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ്. പട്ടിക ഉടൻ തയ്യാറാകുകയും കൈമാറുകയും ചെയ്യും എന്ന് ഹമാസ് പ്രഖ്യാപിക്കുന്നു. പക്ഷേ അവരെ വിശ്വസിക്കാനാകില്ല എന്ന നിലപാടാണ് ഇസ്രായേൽ എടുക്കുന്നത്. ഒപ്പം തന്നെ IDF-ന്റെ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഈ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകേണ്ട കാര്യം ഇപ്പോൾ തൽക്കാലം ഇസ്രായേലിനില്ല. റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറയുന്നത് ഈ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിലെ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കണം എന്നതാണ്. ഏതായാലും ഇന്ന് നേരത്തെ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട സമയം ആകുന്നതിന് മുൻപ് നോർത്തേൺ ഗാസയിൽ ചില ആക്രമണങ്ങൾ നടന്നതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം സൈനിക പിന്മാറ്റത്തിന് ഇസ്രായേൽ തയ്യാറെടുത്തിരുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ വെടിനിർത്തൽ കരാറിൻ്റെ വ്യവസ്ഥകൾ പൂർണ്ണമായി ഹമാസ് പാലിക്കാത്ത സാഹചര്യത്തിൽ യുദ്ധവുമായി മുന്നോട്ട് പോകാനാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് IDF വക്താവ് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നു. പെട്ടെന്ന് തന്നെ ഈ ബന്ദികളുടെ പട്ടിക കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ലോകം വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ ഗസ യുദ്ധം അവസാനിക്കുന്നു എന്ന നിമിഷം ഇല്ലാതാകുമോ എന്ന ആശങ്ക ശക്തമാവുകയാണ്. ശരി, മനു ഭരത്താണ് വിശദവിവരങ്ങൾ നൽകിയത്. മനു, ഇപ്പോൾ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്ന ഇസ്രായേൽ എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഹമാസ് ഈ വെടിനിർത്തൽ കരാറിൻ്റെ നിയമങ്ങൾ പാലിക്കാത്ത ഒരു സാഹചര്യത്തിൽ നോർത്തേൺ സെൻട്രൽ ഗാസയിലേക്ക് ആക്രമണം നടന്നു എന്നാണ് വ്യക്തമാകുന്നത്. IDF സേന പറയുന്നു പീരങ്കികൾ ഉപയോഗിച്ചുള്ളൊരു ആക്രമണമാണ് നടന്നത്. മാത്രവുമല്ല വിമാനം വഴിയുള്ള ആക്രമണവും വ്യോമാക്രമണവും നടന്നു. ഗാസയിലെ നോർത്തേൺ സെൻട്രൽ ഗാസ, അതുപോലെ തന്നെ നോർത്തേൺ ഗാസയിലും വളരെ ശക്തമായ ചില ആക്രമണങ്ങൾ നടന്നു എന്ന വിവരങ്ങൾ കൂടി IDF സ്ഥിരീകരിക്കുകയാണ്. ഇത് തുടരും എന്ന് വ്യക്തമാക്കുന്നു. ഹമാസ് അവരുടെ വാഗ്ദാനങ്ങൾ, അതായത് ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള കരാറിലെ ഉപാധികൾ, വാഗ്ദാനങ്ങൾ പാലിക്കുന്നതുവരെ ഇത് ശക്തമായ ഈ ആക്രമണം ഉണ്ടാകും എന്ന് IDF വ്യക്തമാക്കുകയാണ്. 12 മണിക്ക് യുദ്ധം അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് നിന്ന് വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകൾ വരുന്നു. അങ്ങനെയെങ്കിൽ ശക്തമായി തിരിച്ചടിക്കും എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത് താങ്കൾ ഈ കരാർ ലംഘിക്കപ്പെടുന്നുവെന്ന് തോന്നിയ നിമിഷം യുദ്ധത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചു പോകും, മാത്രവുമല്ല ആഘാതം വളരെ വളരെ ശക്തവുമായിരിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായും വലിയ ആശങ്ക ആണ് ഇപ്പോൾ പടരുന്നത്. ഗസയിൽ യുദ്ധം അവസാനിച്ചു എന്ന് പ്രതീക്ഷിച്ച ഇടത്തു നിന്ന് വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഇത് 12 മണിക്ക് വെടിനിർത്തൽ, ഇന്ത്യൻ സമയം 12 മണിക്ക് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും എന്ന് ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം ആണ് ഇപ്പോൾ വെടിനിർത്തൽ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാകുന്നത്. സ്വാഭാവികമായും ആക്രമണം നടക്കുന്നു. 3 പേർ മരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി, ഈ ആക്രമണത്തിൽ 3 പേർ മരിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഏതായാലും തങ്ങൾ തന്നെയാണ് ആക്രമണം നടത്തിയത് എന്ന്
ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു. വ്യോമ മാർഗമാണ് ആക്രമണം നടന്നത്. ഒപ്പം പീരങ്കികൾ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. മധ്യ ഗസയിലേക്കാണ് പ്രധാനമായി ആക്രമണം നടന്നിട്ടുള്ളത്. ഒപ്പം തെക്കൻ ഗസയിലും ഈ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. ഹമാസ് അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കണം എന്നതാണ് ഇസ്രായേൽ ശക്തമായി ആവശ്യപ്പെടുന്നത്. ഏതായാലും നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, ഹമാസിനെ വാർ ക്രിമിനൽസ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. അവരെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലിൻ്റെ യുദ്ധകാലത്ത് രൂപീകരിച്ച മന്ത്രിസഭയും മുഴുവനായും ഇതിന് അംഗീകാരം നൽകിയിരുന്നില്ല. ഈ കരാറിനോട് യോജിക്കരുത് എന്ന് നിലപാട് സ്വീകരിക്കുന്ന അംഗങ്ങളും അതിലുണ്ടായിരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഏതായാലും 15 മാസം നീണ്ടുനിന്ന 46,000-ത്തിലധികം ആളുകളുടെ ജീവൻ നഷ്ടമായ ഒരു യുദ്ധം, 1,10,000-ത്തിലധികം ആളുകൾ പരിക്കേറ്റ ഒരു യുദ്ധം അവസാനിക്കുന്നു എന്ന് ലോകം കാത്തിരുന്നൊരു നിമിഷം ആണ് ഈ ഉച്ചയ്ക്ക് 12 മണി ഇന്ത്യൻ സമയം. പക്ഷേ അത് ഉണ്ടായിട്ടില്ല. ഈ കരാർ അനുസരിച്ച് വെടിനിർത്തൽ സാധ്യമായിട്ടില്ല എന്ന നിരാശാജനകമായ വാർത്തയാണ് പുറത്തുവരുന്നത്. അതാണ്